അടുത്തതായി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സേഫ്റ്റി നടപടികൾ നോക്കാം. യോഗ്യതയുള്ള പരിശീലനം ലഭിച്ചവർ മാത്രമേ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാവൂ. ലൈവ് സർക്യൂട്ടുകളിൽ പ്രവർത്തിക്കരുത്. ഒഴിവാക്കാനാകില്ലെങ്കിൽ റബ്ബർ ഗ്ലൗകൾ, റബ്ബർ മാറ്റുകൾ തുടങ്ങിയവ ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ പ്രവർത്തിക്കുമ്പോൾ തടി അല്ലെങ്കിൽ PVC ഇൻസുലേറ്റഡ് ചെയ്ത പിടിയുള്ള സ്ക്രൂ ഡ്രൈവേഴ്സുകൾ ഉപയോഗിക്കുക. ബെയർ കണ്ടക്ടറുകളിൽ തുടരുത്. സ്വിച്ച് പാനലുകൾ, കൺട്രോൾ ഗിയറുകൾ മുതലായവയുടെ വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗിൽ റബ്ബർ മാറ്റുകളിൽ നിൽക്കുക. ഇനി നമുക്ക് ലൈവ് സപ്ലൈയിൽ നിന്ന് ഒരു വ്യക്തിയെ ഡിസ്കണക്ട് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ നോക്കാം. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ മോക്ക് വിക്ടിം നിരീക്ഷിക്കുക. സാഹചര്യം വേഗത്തിൽ മനസ്സിലാക്കുക. സപ്ലൈ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ ഇനങ്ങളിലൊന്ന് ഉപയോഗിച്ചോ ലൈവ് എക്യുപ്മെൻറ്റുകളിൽ നിന്ന് ഇരയെ സുരക്ഷിതമായി നീക്കം ചെയ്യുക. വിക്ടിമിനെ സേഫർ സ്ഥലത്തേക്ക് മാറ്റുക. വിക്ടിമിൻ്റെ സ്വാഭാവിക ശ്വസനവും ബോധവും പരിശോധിച്ച് അവസ്ഥയെ അടിസ്ഥാനമാക്കി പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകർ ഫസ്റ്റ് എയ്ഡ് നൽകുകയും വിക്ടിമിനെ ഉടൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായി അയക്കുകയും ചെയ്യുക. വിക്ടിമിനെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പ്രൊസീജിയറുകൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത്: ഒരു ഇലക്ട്രിക് ഷോക്ക് നിർവചിക്കുക, ഇലക്ട്രിക് ഷോക്കിൻ്റെ ഫലങ്ങൾ നിർവചിക്കുക, ഇലക്ട്രിക് ഷോക്കിൽ വിക്ടിമിൻ്റെ ചികിത്സയ്ക്കായി എടുക്കേണ്ട നടപടികൾ നിർവചിക്കുക, ഇലക്ട്രിക് എക്യുപ്മെൻറ്റിന് ചുറ്റുമുള്ള സേഫ്റ്റി മാർഗങ്ങൾ നിർവചിക്കുക, ഒരു ലൈവ് ഇലക്ട്രിക് വയറിൽ നിന്നും വ്യക്തിയെ ഡിസ്കണക്ട് ചെയ്യുക. നമസ്കാരം. ഇത്രയുമാണ് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റുകൾക്കുള്ള പ്രതിരോധ മാർഗങ്ങളും അത്തരം ആക്സിഡൻറ്റുകളിൽ സ്വീകരിക്കേണ്ട സ്റ്റെപ്പുകളും എന്ന സെഷനിലുള്ളത്. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.